നമസ്കാരം. പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ് ഇറാനിലെ ചബഹാർ തുറമുഖം. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും നേരിട്ടുള്ള ഒരു വ്യാപാര പാത തുറന്നു നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഒരു സുപ്രധാന വിജയസ്തംഭമായിട്ടാണ് ചബഹാർ തുറമുഖം വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ ചില സൈനിക സംഘർഷങ്ങളും അതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ചില വാർത്തകളും വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. ചബഹാർ തുറമുഖത്തിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഇന്ത്യക്കാണെന്ന തരത്തിലുള്ള ചില പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇറാനിൽ അടുത്തിടെ നടന്ന വ്യോമാക്രമണത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന ആസ്തികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് പോലും വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിൽ ചബഹാർ തുറമുഖത്തിൽ ഇന്ത്യക്കുള്ള യഥാർത്ഥ പങ്കാളിത്തം എത്രത്തോളമാണെന്നും സമീപകാലത്തുണ്ടായ ആക്രമണങ്ങൾ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നും വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചബഹാർ തുറമുഖം പൂർണ്ണമായും ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് എന്ന വാദം അടിസ്ഥാനരഹിതവും അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുത്തതുമാണ്. ഈ തുറമുഖത്തിൻ്റെ പരമാധികാരം പൂർണ്ണമായും ഇറാൻ്റെ കൈകളിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ചബഹാർ തുറമുഖ സമുച്ചയത്തിലെ ഒരു പ്രത്യേക ഭാഗമായ ഷഹീദ് ബഖ്ഷത്തി ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക അവകാശം മാത്രമാണ് ഭാരതത്തിനുള്ളത്. 2024 മെയ് മാസത്തിൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാൻ്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിൽ ഒപ്പുവെച്ച 10 വർഷത്തെ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പങ്കാളിത്തം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിദേശ തുറമുഖ മാനേജ്മെൻറ്റ് കരാറാണിത്. ഈ പദ്ധതിക്കായി ഇന്ത്യ ഏകദേശം $120 ദശലക്ഷം നിക്ഷേപിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി $250 ദശലക്ഷം ക്രെഡിറ്റ് ലൈൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വലിയ നിക്ഷേപങ്ങൾ ഒന്നും തന്നെ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് നൽകുന്നില്ല. മറിച്ച് ഒരു നിശ്ചിത കാലയളവിലേക്ക് അവിടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വാണിജ്യപരമായ അവകാശം മാത്രമാണ് ഉറപ്പു നൽകുന്നത്. അടുത്തിടെ ഇറാനിൽ നടന്ന വ്യോമാക്രമണത്തിനിടയിൽ ചബഹാർ തുറമുഖത്തിന് നേരെയും ആക്രമണം ഉണ്ടായപ്പോൾ അത് ഇന്ത്യയുടെ പ്രവർത്തന മേഖലയെ ബാധിച്ചു എന്ന രീതിയിലാണ് പല കോണുകളിൽ നിന്നും വാർത്തകൾ വന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. ചബഹാർ തുറമുഖത്തിനുള്ളിലെ മറ്റൊരു പ്രത്യേക ടെർമിനലായ ഷഹീദ് കലന്താരിക്ക് സമീപമാണ് യഥാർത്ഥത്തിൽ ആക്രമണം നടക്കുന്നത്. ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന ഷഹീദ് ബെഹ്ഷ്തി ടെർമിനലിൽ നിന്നും തികച്ചും മാറി സ്ഥിതി ചെയ്യുന്ന ഒന്നാണിത്. ഈ ആക്രമണത്തിൽ തകർന്ന ഗോപുരം ഇറാൻ്റെ സിവിൽ മോണിറ്ററിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സൗകര്യത്തിനും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്നും അവിടുത്തെ പ്രവർത്തനങ്ങൾ സുരക്ഷിതമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിച്ചത് അനാവശ്യമായ ഭീതി പടർത്താനിടയാക്കി. സുഹാസിനി ഹൈദർ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകർ ട്വിറ്റർ പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാതെയായിരുന്നു എന്നത് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യക്ക് ചബഹാറിൽ ഉടമസ്ഥാവകാശം ഉണ്ടെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ തന്ത്രപ്രധാനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയുടെ ലംഘനമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും പ്രാദേശിക പ്രതിസന്ധികളും നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ മേഖലയിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അവകാശങ്ങളും പരമാധികാര ഉടമസ്ഥാവകാശവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. ഇത്തരം തെറ്റായ റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെയും സുപ്രധാനമായ ഭൗമരാഷ്ട്രീയ വിശകലനങ്ങളെയും മോശമായി ബാധിക്കുകയും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചബഹാർ തുറമുഖം കേവലം ഒരു വാണിജ്യ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു വലിയ തന്ത്രപ്രധാന പ്രതിരോധ പാത കൂടിയാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ വിപണികളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഈ തുറമുഖം വഴി ഒരുക്കുന്നു. കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ കണക്ടിവിറ്റി നൽകുന്ന ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ചബഹാർ ബന്ധപ്പെട്ട് കിടക്കുന്നു. മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിനും ഇന്ത്യ ഈ പാതയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ തന്ത്രപരമായ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഈ തുറമുഖത്തിൽ ഇന്ത്യൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെയും നയതന്ത്ര ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും വസ്തുതകളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങൾ അവിടെ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നതാണ്. സമീപകാലത്തുണ്ടായ സൈനിക നീക്കങ്ങൾ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന ഷഹീദ് ബഖ്ഷത്തി
ടെർമിനലിനെ ബാധിച്ചിട്ടില്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം ഇന്ത്യയുടെ സുരക്ഷാബോധ്യങ്ങളെ അടിവരയിടുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വികാരപരമായതോ അശ്രദ്ധമായതോ ആയ മാധ്യമ റിപ്പോർട്ടുകൾക്ക് പകരം വസ്തുതാപരമായ വിശകലനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ചബഹാറിൽ ഇന്ത്യക്കുള്ളത് ഉടമസ്ഥാവകാശമല്ല, മറിച്ച് ഒട്ടനവധി പ്രതിസന്ധികളെ അതിജീവിച്ച് നേടിയെടുത്ത പ്രവർത്തന അവകാശമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം ഭൗമരാഷ്ട്രീയ വിഷയങ്ങളെ വിലയിരുത്താൻ. ചബഹാർ തുറമുഖത്തിന് സമീപമുണ്ടായ വ്യോമാക്രമണം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയില്ല എന്നാണ് പ്രമുഖ ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എങ്കിലും നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില തന്ത്രപരമായ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഷഹീദ് ബിഷ്തി ടെർമിനലിന് നേരെയല്ല ആക്രമണം ഉണ്ടായതെന്നതാണ്. ഇറാൻ്റെ സിവിൽ മോണിറ്ററിംഗ് സംവിധാനത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആസ്തികൾ നേരിട്ട് ആക്രമിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അമേരിക്കയുമായി ഒരു പരസ്യമായ നയതന്ത്ര യുദ്ധത്തിലേക്ക് കടക്കാനും ഇന്ത്യ മുതിരില്ല. തങ്ങളുടെ ഓപ്പറേഷൻ മേഖല സുരക്ഷിതമാണെന്ന ബോധ്യം ഇന്ത്യക്കുണ്ട്. ചബഹാർ തുറമുഖത്തിൻ്റെ വികസനത്തിൽ ഇന്ത്യ പങ്കാളിയാകുന്നതിൻ്റെ പ്രാധാന്യം ആദ്യ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിലിരുന്നപ്പോഴും അമേരിക്കയ്ക്ക് കൃത്യമായി അറിയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ആ മേഖലയിൽ പാകിസ്ഥാനെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കുന്നതിനും ചബഹാർ തുറമുഖം നിർണായകമാണെന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ചബഹാർ പദ്ധതിക്ക് അമേരിക്ക പ്രത്യേക ഇളവുകൾ നൽകിയിരുന്നു. റഷ്യ ചൈന സഖ്യത്തിലേക്ക് ഇറാൻ പൂർണ്ണമായും വീണുപോകാതിരിക്കാൻ ഇന്ത്യയുടെ അവിടെയുള്ള സാന്നിധ്യം ഒരു പരിധിവരെ അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കേവലം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു തുറമുഖത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ക്വാഡ് സഖ്യത്തിലൂടെ ഇരു രാജ്യങ്ങളും ശക്തമായി സഹകരിക്കുന്നുണ്ട്. പ്രതിരോധ, സാങ്കേതിക, വ്യാപാര മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം വളരെ വലുതായതിനാൽ ചബഹാറിലെ ഇത്തരം പ്രാദേശിക സംഘർഷങ്ങൾ ഈ വലിയ സൗഹൃദത്തെ ബാധിക്കാറില്ല. ചുരുക്കത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധം മുറുകുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ചരക്ക് നീക്കത്തെയും ബാധിക്കുമെന്നതിനാൽ ഇന്ത്യക്ക് ഇതിൽ ആശങ്കയുണ്ട്. എന്നാൽ ചബഹാറിലെ ഈ ആക്രമണത്തിൻ്റെ പേരിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകില്ലെന്നും രാജ്യങ്ങളും ഉയർന്ന തലത്തിലുള്ള നയതന്ത്ര ചർച്ചകളിലൂടെയും ജാഗ്രതയോടെയും ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.